പശ്ചിമേഷ്യ ഭീതിയിലാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് തുടങ്ങിയ യുദ്ധത്തിൽ വിറച്ചു നിൽക്കുകയാണ് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ. ഇറാനിന്റെ നാശമാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. അമേരിക്കയുടെ തൻ പ്രമാണിത്വത്തിന് മുന്നിൽ ഇറാൻ ഛിന്ന ഭിന്നമാകുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖാംനായി അടക്കം നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇസ്രായേലി ബോംബുകൾ ഇറാനിലെ സ്കൂൾ കുട്ടികളെ കൊന്നുകൊണ്ട് കൂട്ടക്കുരുതിക്ക് തുടക്കമിട്ടു. ഇസ്രായേലിനും ഗൾഫിലെ US സൈനിക സ്ഥാപനങ്ങൾക്കും നേരെ തിരിച്ചടിക്കാൻ തുടങ്ങിയ ഇറാൻ ഇനി വിജയം കാണാതെ പിന്മാറില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നൈതികതയും ധാർമ്മികതയും മാനുഷിക പരിഗണനകളും വിലവയ്ക്കാതെയുള്ള ആക്രമണമാണിത്. ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളെ മറികടന്നാണ് ഇറാനുമേൽ ഇരു രാജ്യങ്ങളും ആക്രമണം നടത്തിയിരിക്കുന്നത്. UN രക്ഷാസമിതി അനുമതിയും നൽകിയിട്ടില്ല. ഒത്തുതീർപ്പ് ചർച്ചകൾ തുടങ്ങിയ അതേ സമയത്ത് തന്നെ രഹസ്യമായി ആക്രമണ നീക്കങ്ങൾ തുടരുകയും ഒത്തുതീർപ്പായി എന്ന പ്രതീക്ഷ സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നാലെ മിസൈലുകൾ വിട്ട് ചതിപ്രയോഗം നടത്തുകയുമാണ് അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ട് ചെയ്തത്. സമാധാനത്തിന് പുതിയ ഭീഷണി ഉയർത്തുന്ന ഈ യുദ്ധം ഇറാനെതിരെ മാത്രമല്ല, ലോകത്തിന് മൊത്തം എതിരെയാണ്. ഗൾഫ് മേഖലയാകെ യുദ്ധക്കളമാവുകയാണ്. ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, UAE തുടങ്ങി US സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും ഇറാൻ വിക്ഷേപിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നത് ആഗോള ചരക്ക് നീക്കം സ്തംഭിപ്പിക്കും. എണ്ണയ്ക്കടക്കം വില കൂടും. ഹൂത്തി, ഹിസ്ബുല്ല തുടങ്ങിയ സായുധ സംഘങ്ങൾ ഇടപെടുന്നതോടെ യുദ്ധത്തിന്റെ വ്യാപ്തി പിന്നെയും കൂടാം. ഏതു നിലയ്ക്കും നഷ്ടവും നാശവും വിതയ്ക്കുന്ന ഈ കടും കൈ തടയാൻ ലോക നേതൃത്വങ്ങൾക്ക് കഴിയാതെ പോയതിന്റെ വിലയാണിപ്പോൾ മനുഷ്യ സമൂഹം ഒന്നാകെ നൽകേണ്ടി വന്നിരിക്കുന്നത്. ഒരു വംശഹത്യ നടന്നുകൊണ്ടിരിക്കെ ഒന്നും ചെയ്യാനോ പറയാൻ പോലുമോ ആവാതെ നോക്കി നിൽക്കുന്നതിന്റെ പ്രത്യാഘാതം അമേരിക്കയുടെ നിയന്ത്രണം വിട്ട ചോരക്കളി ലോകത്തിന് ഇനിയും നോക്കി നിൽക്കാൻ കഴിയില്ല. കേരളത്തിന് വലിയൊരു ആഘാതമാണിത്. ധാരാളം പ്രവാസികൾ ജോലിക്കും പഠനത്തിനുമായി ഇറാനിലും ഗൾഫ് രാഷ്ട്രങ്ങളിലും താമസിക്കുന്നുണ്ട്. അവരുടെ സുരക്ഷ പ്രഥമ പരിഗണനയാകണം. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ യൂണിയൻ, സംസ്ഥാന സർക്കാരുകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചിരകാല സുഹൃത്തായ ഇറാന്റെ സുസ്ഥിതിയും നമുക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിനും സംഘർഷ വ്യാപനം തടയുന്നതിനും ആവശ്യമായ നയതന്ത്ര ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി US വീറ്റോയ്ക്ക് വിധേയമാണെങ്കിൽ പോലും സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള വേദി എന്ന നിലയ്ക്ക് അടിയന്തരമായി പ്രശ്നം ചർച്ചയ്ക്കെടുക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.